ചില ക്ഷേത്രങ്ങളുണ്ട് നമ്മൾ ചെല്ലുമ്പോൾ ഒരു തുറസായ സ്ഥലത്ത് കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം കയറിയിരുന്ന് പൂജ ചെയ്യാവുന്ന ലഘുവായിട്ടുള്ള ഒരു കോവിൽ മാത്രമായിട്ട് കൊടികൊള്ളുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഏതോ ഒരു കാലത്ത് ഒരു ആചാര്യൻ ഒരു ദേവതാ സങ്കല്പത്തെ സ്ഥാപിച്ച് ആരാധന തുടങ്ങിയ ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ദേവസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഒരു പൂർവ ആചാര്യൻ, ഒരുപക്ഷെ നല്ല തപസ്വിയും യോഗിയുമായ ഒരു ആചാര്യൻ ആയിരിക്കാം. അങ്ങനെ ഒരാൾ തൻ്റെ ജീവിതകാലത്ത് ദീർഘകാലം നടത്തിപ്പോന്നിരുന്ന ഒരു ആരാധന, ഉപാസന ജീവിതത്തിൻ്റെ ഒരു ഘട്ടം എത്തുമ്പോൾ ഒരു വച്ച് ഉപാസനയായിട്ട് പരിണമിപ്പിക്കേണ്ട സമയമായി എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. ഒരു ലഘുവായ തറ കെട്ടി പ്രതീകമായിട്ടൊന്ന് അവിടെ സ്ഥാപിച്ച് ആരാധന ആരംഭിക്കുകയാണ്. ഒരുപക്ഷെ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ ഒക്കെ ആയിട്ട് ഒരു ലഘുവായ പൂജാ സമ്പ്രദായവും അദ്ദേഹം ആരംഭിച്ചിരിക്കാം. അങ്ങനെ ആ ഉപാസന അവിടെ തുടർന്നു പോകുന്നു. പിന്നീട് ആ ആചാര്യൻ്റെ കാലം കഴിഞ്ഞ് അത് ഒന്നുകിൽ ആ തറയായിട്ട് തന്നെ അവിടെ തുടരുകയും അന്ന് ആരംഭിച്ച ആ പൂജാക്രമം അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള തലമുറക്കാർ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ടാകാം. ചിലപ്പോൾ അത് ലഘുവായ ഒരു കോവിലായിട്ട് പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ടാകാം.